അനേകം മാതാപിതാക്കളുടെ ഇന്നത്തെ കണ്ണുനീരെന്ന് പറയുന്നത് അവരുടെ മക്കളാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരെ കർത്താവിൽ വളർത്തിയാൽ, ദൈവവിശ്വാസത്തിലും ദൈവവചനത്തിലും വളർത്തിയാൽ, വളർന്നു കഴിയുമ്പോൾ അവർ ഒരിക്കലും തിന്മയ്ക്ക് അടിമപ്പെടില്ല. അവർ വിശ്വാസം ഉപേക്ഷിക്കില്ല. വചനം ഇപ്രകാരം പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 6-ാം തിരുവചനം, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കില്ല. ദൈവവചനമാകുന്ന വാള് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ തുരത്തുവാനായിട്ട് അവരുടെ കയ്യിൽ എപ്പോഴും ഒരു ആയുധമുണ്ടാകും, ദൈവവചനമാകുന്ന വാൾ. ജ്ഞാനം 9:10. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഞാൻ അങ്ങയുടെ ഹിതം മനസ്സിലാക്കട്ടെ. ദൈവഹിതം മനസ്സിലാക്കുവാനായി പരിശുദ്ധാത്മാവിന്റെ വരദാനമായ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും നമുക്കെല്ലാവർക്കും ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാം. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. തിന്മയെ ആട്ടിയോടിക്കാൻ ഈ വചനം നമുക്ക് ശക്തിയും കരുത്തും പകരട്ടെ. താങ്കളെ അറ്റിക്കുന്ന നിങ്ങൾക്ക് രണ്ട് അറ്റിയൊക്കെ ഒന്നിനെങ്കിലും ഉപയോഗിക്കില്ല. ലൂക്ക 10:19. ഫിലിപ്പി 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമുക്ക് എല്ലാം നൽകുന്ന ദൈവത്തിൽ പ്രത്യാശയോടെ ആശ്രയിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 2ാം ശനിയാഴ്ച കൺവെൻഷന് ഇനി നിങ്ങൾ മക്കിയാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് വേണം വരുവാനായിട്ട്. അവർക്കായി പ്രത്യേക ദൈവിക ശുശ്രൂഷകൾ വൈദികരുടെയും സമർപ്പിതരുടെയും നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുകയാണ്. നിങ്ങളുടെ മക്കൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ നടത്തി കൊടുക്കാറുണ്ടല്ലോ. ഏത് ഭക്ഷണമാണെങ്കിലും അത് മേടിച്ചു കൊടുക്കാറുണ്ടല്ലോ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അവരുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ട് ഉള്ള മേഖലകൾ നമ്മൾ തുറന്നു കൊടുക്കണം. അതിനായിട്ട് തടസ്സം വെക്കരുത്. ഈശോ പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത്. എല്ലാ തടസ്സങ്ങളും തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരിക. എല്ലാ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മക്കളിലൂടെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.